അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാച്ചിടുവാൻ ഇന്നെന്നിൽ നിറയണമേ, തിരുരക്തമൊഴുക്കണമേ. അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാച്ചിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി വാഴ്ത്തിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ഒന്നായി പാടി വാഴ്ത്തിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും കൃപയും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മണിക്കൂറിൽ ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഭൂമിയിൽ എവിടെയാണെങ്കിലും വചനം എന്റെ ജീവിതത്തിൽ നിറയുവാനും ഈ വചനം ഫലമണിയുവാനും പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ്, പ്രാർത്ഥിക്കുന്നതെന്തും കർത്താവ് നമുക്ക് വേണ്ടി നൽകും എന്നുള്ള വലിയ ഒരു ഉറപ്പാണ്. മർക്കോസ് സുവിശേഷം 11:24. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിച്ചു കൊള്ളുക, കർത്താവ് നിനക്ക് നൽകും. മർക്കോസ് സുവിശേഷം 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനം ഈ ലോകത്തിൽ വാരി വിതറിയ നല്ല ദൈവമേ, ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വചനം അഭിഷേകമായിട്ട് മാറട്ടെ. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ. ദൈവമേ, നിന്റെ കരുണയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം, അനുഗ്രഹ ജീവിതത്തിൽ നമുക്ക് തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങളെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. കാരണം പത്രോസ് ലീഹ നമ്മളോട് പറയുന്ന ഒരു രഹസ്യമുണ്ട്. പത്രോസ് ലീഹ തന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. പത്രോസ് ലീഹ ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു: അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമകന്റെ ദൈവമകളുടെ വിളി എന്ന് പറയുന്നത് വചനം പഠിപ്പിക്കുന്നു അനുഗ്രഹം അവകാശമാക്കാനാണ്. ഈ ഭൂമി മുഴുവൻ അനുഗ്രഹം അവകാശമാക്കി സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത്.
അനുഗ്രഹം അവകാശമാക്കപ്പെടാൻ വിളിക്കപ്പെട്ട നമുക്ക് ഇന്ന് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഈ അവസരത്തിൽ ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ അല്പം കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, അധിക നാൾ ആയിട്ടില്ല ഒരു കുടുംബം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനാ സഹായത്തിന് വന്നു. ഭാര്യയും ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം. കാഴ്ചയിൽ സന്തുഷ്ട കുടുംബമെന്ന് തോന്നുമെങ്കിലും അവരുടെ ഉള്ളിൽ ദുഃഖവും നിരാശയും കുറേയധികം പ്രശ്നങ്ങളുമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ അലട്ടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം? അപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ശമ്പളമുണ്ട്. എന്നുവെച്ചു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട ശമ്പളമല്ല. രണ്ടുപേരും അവർ ജോലി ചെയ്യുന്ന കമ്പനി ഒരു വിദേശ കമ്പനിയിലാണ്, ഒരു ഫോറിൻ കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഭർത്താവിന് 1 ലക്ഷത്തിലധികം ശമ്പളം രൂപ, ഭാര്യയ്ക്കും 1 ലക്ഷത്തിലധികം ശമ്പളം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തിലധികം രൂപ ശമ്പളമുണ്ട്. പക്ഷെ എന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം കടം വന്നു കയറിയത്? അപ്പോൾ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എന്താന്ന് മനസ്സിലാവുന്നില്ല. ശമ്പളം മാസത്തിന്റെ ആദ്യ നാളുകൾ കിട്ടും, പിന്നീട് മാസത്തിന്റെ പകുതിയാകുമ്പോൾ പലരോടും കടം വാങ്ങിയാണ് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബത്തിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി, എന്നാൽ നല്ല ശമ്പളമുണ്ട്, കാരണം അറിയത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ എഴുതുക, എന്തൊക്കെയാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി, എവിടെയാണ് ചെലവ് സംഭവിക്കുന്നത്. അച്ഛാ, പല നോട്ട് ബുക്കിൽ ഞങ്ങൾ എഴുതി, ഒന്നിനും ഉത്തരയില്ല, എല്ലാ നഷ്ടങ്ങൾ മാത്രം, ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, ഭർത്താവാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് എന്റെ മുമ്പിൽ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഈ അവസരത്തിൽ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതൊന്നും അല്ല പ്രശ്നം, വീട്ടിൽ മനസമാധാനം ഇല്ല. എല്ലാ ദിവസവും ഞാനും എന്റെ ഈ ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കും, കാരണമില്ലാതെ വഴക്കുണ്ടാക്കും. അച്ഛാ, ഞങ്ങളുടെ ജീവിതം വളരെ നരക തുല്യമാണ്. ഞാൻ ഈ ഭാര്യയോട് ചോദിച്ചു, എന്തെങ്കിലും കാരണമുണ്ടോ വഴക്കുണ്ടാക്കാൻ? ഒരു കാരണവും ഇല്ല അച്ഛാ, എല്ലാ ദിവസവും വഴക്ക്, രാത്രിയിൽ കണ്ണുനീരോടുകൂടിയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അച്ഛാ, ഈ 3 മക്കളുണ്ടല്ലോ, പറഞ്ഞാ കേൾക്കുകയില്ല, എപ്പോഴും അസ്വസ്ഥത, രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ പിടികൂടുന്നു. ഒരു കുട്ടി ആശുപത്രി കിടന്ന് പനി പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത കുട്ടി ആശുപത്രി പോകാൻ റെഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അച്ഛ, ഉള്ള കാര്യം പറയാമല്ലോ, വീട്ടിൽ മനസമാധാനം എന്ന് പറയണതില്ല. നീണ്ട നാളുകളായി ഈ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട്. അച്ഛ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ഭാര്യയും ഭർത്താവും 3 മക്കളും സങ്കടപ്പെട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നമുക്കിതിനൊരു മരുന്നുണ്ട്. ഞാനിത് പറഞ്ഞ അവസരത്തിൽ അവരുടെ കണ്ണുകൾ പ്രകാശിച്ചു. അതെ, അവര് ഏതോ മരുന്ന് കഴിക്കാൻ എന്ന പോലെ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ അടുത്ത ആഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുക. അവർ ചോദിച്ചു, എത്ര ദിവസം ധ്യാനം? ഞാൻ പറഞ്ഞു, 4 ദിവസം ധ്യാനം. 4 ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നൊരു ധ്യാനം കൂടുക, നല്ല കാര്യമല്ലേ? അപ്പോൾ ഉടനെ ഭാര്യയും ഭർത്താവും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളുടെ കമ്പനി ജോലി, ആ ജോലി, ഈ ജോലി, ഭയങ്കര തിരക്കാ അച്ഛാ, ഞങ്ങൾക്ക് സമയമില്ല. അച്ഛൻ വേറെ എന്തെങ്കിലും മരുന്നുണ്ടോ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മുടെ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ എല്ലാ മാസവും 1 ഡേ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ ആ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഇത് പറഞ്ഞ അവസരത്തിൽ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞു, അച്ഛാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ധ്യാനകേന്ദ്രത്തിൽ വന്നിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഇവരുടെ പ്രശ്നം തീർക്കാമെന്നുള്ള ആഗ്രഹം നടപ്പില്ല. ഇവരെന്നോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും മരുന്നുണ്ടോ, എളുപ്പ മരുന്നുണ്ടോ? ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരുടെ വീടിനടുത്ത് 3-4 പള്ളികളുണ്ട്. ഈ പള്ളികൾ പല റീത്തിൽപ്പെട്ട പള്ളികളുണ്ട്. എല്ലാ ദിവസവും രാവിലെ അവിടെ കുർബാന നടക്കുന്ന കാത്തലിക് പോപ്പുലേഷൻ ഒത്തിരിയുള്ള ഒരു ഏരിയയാണ്. 3-4 പള്ളികളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അപ്പോഴാണ് സങ്കടത്തോടുകൂടെ ഭാര്യയും ഭർത്താവും പറയുന്നത്, അച്ഛോ,
ഞങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുന്ന ഞങ്ങൾ തിരക്ക് പിടിച്ച മനുഷ്യരാണ് എന്ന് മാത്രമല്ല, രാത്രിയിൽ വൈകി വന്ന് കിടക്കുന്നു, നേരം വെളുത്താൽ എഴുന്നേക്കത്തില്ല, ഞങ്ങൾ ഒരു 10 മണിയാകുമ്പോഴേ എഴുന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് താമസിച്ചാണ് തുടങ്ങുന്നത്, ഞങ്ങൾ താമസിച്ചാണ് ഞങ്ങൾ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, ധ്യാനകേന്ദ്രത്തിൽ വരാൻ താല്പര്യമില്ല. ഇനി എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൊന്ത ചൊല്ലുക, തിരുവചനം വായിക്കുക, അങ്ങനെ ദൈവിക ശക്തി സ്വീകരിക്കുക. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ അവസരത്തിൽ അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സ്ഥലം വല്ലതും ഉണ്ടോ? അപ്പോൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. ഞാൻ ചോദിച്ചു, ഈശോയുടെ രൂപം വല്ലതും ഉണ്ടോ? അപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു, അച്ഛാ, ഈശോയുടെ രൂപമൊന്നുമില്ല, പഴയൊരു വേളാങ്കണ്ണി മാതാവിന്റെ കലണ്ടറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ ആകപ്പാടെയുള്ള പ്രാർത്ഥന സ്ഥലം സാഹചര്യം എന്ന് പറയുന്നത് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ പഴയ ഒരു കലണ്ടർ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. എന്താണ്? ഇവരുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, മക്കൾക്ക് ദൈവ അഭിഷേകമില്ല, ഭാര്യയും ഭർത്താവിന് ദൈവ അഭിഷേകമില്ല, പള്ളിയിൽ പോകാൻ തയ്യാറല്ല, ധ്യാനകേന്ദ്രത്തിൽ വരാൻ തയ്യാറല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് തയ്യാറല്ല. എന്നിട്ട് ഇവരുടെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അസ്വസ്ഥപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം വ്യക്തമാണ്. എന്താണത്? ദൈവ സാന്നിധ്യം ഇല്ലാത്തിടത്ത് പിശാച് പ്രവർത്തിക്കും. ആബ്സെൻസ് ഓഫ് ഗോഡ് ഓൾവേസ് ക്രിയേറ്റ്സ് എ പ്രസൻസ് ഓഫ് ഈവിൾ പവർ. ദൈവ സാന്നിധ്യം എവിടെയെല്ലാം നഷ്ടപ്പെടുന്നുവോ അവിടെയെല്ലാം പിശാച് പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രചോദന വചനം ഇതാണ്. ഹഗ്ഗായുടെ പുസ്തകം, പഴയ നിയമത്തിലെ ഹഗ്ഗായുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം. ഹഗ്ഗായുടെ പുസ്തകം 1:6 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു, നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാവുന്നില്ല, നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല, കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. പ്രിയപ്പെട്ടവരെ, ഹഗ്ഗായി പ്രവചകൻ ആ കുടുംബത്തോട് നൽകിയ സന്ദേശം ഒരുപക്ഷെ ഈ അവസരത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എന്നോടും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാവാം. എന്താണ് വചനം പറയുന്നത്? അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നില്ല, അത് മുഴുവൻ ഓട്ടസഞ്ചിയിൽ ഇടാൻ പോകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. എന്താണ് ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ഓട്ടയുണ്ട് എന്നുള്ളതാണ്. എന്തെല്ലാം ഇട്ടാലും അതിൽ ശേഖരിക്കപ്പെടുന്നില്ല, അതെല്ലാം ചോർന്നൊലിച്ചു പോകുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറുന്നില്ല, വസ്ത്രം ധരിച്ചിട്ട് കുളിര് മാറുന്നില്ല, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും. ഈ കുടുംബത്തെ എടുത്ത് പരിശോധിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, 2 ലക്ഷം രൂപ ഭാര്യയ്ക്കും ഭർത്താവിനും ശമ്പളം കിട്ടുന്ന കുടുംബം. ഈ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വരേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആത്മീയതയുടെ തകർച്ചയാണ് ആ കുടുംബത്തിലെ ഭൗതിക പ്രശ്നങ്ങളുടെ കാരണം. ഭാര്യയും ഭർത്താവും ദിവസവും കാരണമില്ലാതെ വഴക്കടിക്കുക. ഭാര്യ പറഞ്ഞില്ലേ, രാത്രി മുഴുവൻ ഞാൻ കണ്ണുനീരോടുകൂടിയാണ് കിടക്കുന്നത്. കാരണം എന്താണ്? ആത്മീയ മേഖലയിലെ തകർച്ച കണ്ണുനീരാ കുടുംബത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. മക്കളെക്കുറിച്ച് പറഞ്ഞില്ലേ, 3 മക്കളുണ്ട്, എപ്പോഴും മാറി മാറി രോഗപീഠകൾ, പറഞ്ഞാ കേൾക്കത്തില്ലാത്ത കുട്ടികൾ. അപ്പന്റെ അമ്മയുടെയും മക്കളെക്കുറിച്ചുള്ള കമന്റാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. മക്കളുടെ ജീവിതത്തിലും ആത്മീയ മേഖലയെക്കുറിച്ചുള്ള അറിവുകേടും ആത്മീയ മേഖലയിലുള്ള തകർച്ചയും അവരെയും പിടികൂടിയിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി, വ്യക്തികൾക്കുണ്ടാവുന്ന വിള്ളലുകൾ, സ്നേഹത്തിന്റെ വിള്ളലുകൾ, രോഗപീഠകൾ. ഒരു കാര്യം ഉറപ്പ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് സംഭവിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? പത്രോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അബ്രാഹത്തെ ദൈവം വിളിച്ചു മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാചനം വായിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തെ ദൈവം വിളിച്ചു മാറ്റി നിർത്തിയത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും,
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവന്റെ ജീവിതം മുഴുവൻ അനുഗ്രഹമായിട്ട് മാറണമെന്നുള്ളതാണ് ദൈവനിയോഗം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹത്തിന് മാത്രം കൊടുത്ത ഒരു നിയോഗമല്ല, മറിച്ച് പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്കുമൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുന്ന വലിയൊരു നിയോഗമാണ്. അനുഗ്രഹത്തോടുകൂടെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്നതിന് കാരണമുണ്ട്. എവിടെയൊക്കെയോ നമ്മുടെ ആത്മീയ കൃപകൾ ചോർന്നു പോയപ്പോഴല്ലേ നമുക്കൊക്കെ തകർച്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അനേക കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുടുംബം, ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലി ജപമണികൾ മുഴക്കിയിരുന്ന, ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന, ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന അനേക കുടുംബങ്ങൾ, കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ, കുടുംബ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, ദൈവവിചാരം കുറഞ്ഞപ്പോൾ, പള്ളിപ്പോക്ക് നിന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അനേക തകർച്ചകൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ? അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവൻ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അവന്റെ ആത്മീയ മേഖലയെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പൗലോസ്ലീഹ. എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവം നൽകുന്ന കരുണ കൊണ്ടാണ് നമ്മളെല്ലാവരും എന്തെങ്കിലും ആയിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ അല്പം പണമൊക്കെ ആയിക്കഴിയുമ്പോൾ, അധികാര മേഖലയിലായി കഴിയുമ്പോൾ, നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയൊക്കെ തലയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും സാവധാനം മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കഴിവിനെക്കുറിച്ചും ബുദ്ധി സാമർത്ഥ്യത്തെക്കുറിച്ചും നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, മനുഷ്യന്റെ കാലുകളെ മുന്നോട്ട് നയിക്കുന്നത് അവന്റെ ബുദ്ധിയോ അവന്റെ കഴിവുകളോ അല്ല, മറിച്ച് അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ സമയത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, അത് ദൈവത്തിന് അനന്തമായ കരുണ കൊണ്ടാണ്, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല. നീ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിലും ദൈവകാര്യങ്ങളിലും വിശ്വാസം വയ്ക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മളെ നയിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള അനുഗ്രഹം, ആത്മീയമായ ദൈവത്തോടുള്ള അടുപ്പം ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് തരും എന്നാണ് അർത്ഥം. എന്നാൽ അതേസമയം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നു, ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല, അതിനോട് താല്പര്യമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നിനു പിറകെ ഒന്നായി തകർച്ചകൾ സംഭവിക്കും. ആത്മീയ മേഖലയെക്കുറിച്ചുള്ള ചിന്തയാണ് മനുഷ്യർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ വലിയ മനോഹരമായിട്ടുള്ള ഒരു സംഭവം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. ഇതില് ഒരു വ്യക്തി യേശുവിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശോയുടെ മുമ്പിൽ വന്ന് എന്താണ് പറയുന്നത്? ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ഈശോയോട് ഒന്ന് പറയുക. ഈശോ അപ്പൊ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹേ മനുഷ്യ, എന്താ ചോദിക്കുന്നത്? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവന് ആര് നിയമിച്ചു? എന്നെ ഈ സ്വത്ത് പങ്കുവയ്ക്കുവാനായിട്ട് എന്നെ ആരാ നിയമിച്ചിരിക്കുന്നത്? എന്നിട്ട് ഈശോ മനോഹരമായിട്ട് അവനോട് ഒരു കുത്തു കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഭൗതികമായ ഒരാവശ്യവുമായിട്ട് ഉന്നയിച്ചു കൊണ്ടുവന്ന മനുഷ്യനോട് ഈശോ പറയുന്നത്, എന്റെ സഹോദരൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ചും സ്ഥാനമാന ജംഗമ വസ്തുക്കളെക്കുറിച്ചുമല്ല. ഇതല്ല പ്രധാനപ്പെട്ട, മറിച്ച് പ്രധാനപ്പെട്ട മറ്റു ചിലതുണ്ടെന്ന് കർത്താവ് അവനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈശോ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഉപമയാണ്. ഒരു മനുഷ്യന്റെ കൃഷിസ്ഥലം ഇഷ്ടം പോലെ വിളവ് നൽകി, സമ്പത്ത് ഇഷ്ടം പോലെ കിട്ടി. അപ്പോൾ അവനോട് തന്നെ ചിന്തിച്ചൊരു ചിന്തയുണ്ട്, ഞാനിത് എന്തെല്ലാം ചെയ്യും? ഈ കിട്ടിയ സമ്പത്തെല്ലാം ഞാനിനി എന്താ ചെയ്യാം? അവനിങ്ങനെ കണക്കുകൂട്ടി, ഞാൻ ഈ കിട്ടിയ സമ്പത്തെല്ലാം ശേഖരിച്ചു വെക്കും,
എന്റെ കളപ്പുര, ഇപ്പോ ഉള്ള കളപ്പുര ഞാൻ ഇച്ചിരൂടെ വലുതാക്കി പൊളിച്ചു പണിത് അതിന്റെ അകത്തെല്ലാം ശേഖരിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവനോട് തന്നെ ഇതങ്ങോട്ട് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹേ മനുഷ്യ, നിന്റെ ആത്മാവ് ഈ രാത്രിയിൽ ഇങ്ങോട്ടെടുത്താൽ പിന്നെ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? പ്രിയപ്പെട്ടവരെ, ഇത് എന്നോടും നിന്നോടുമുള്ളൊരു ചോദ്യമാണ്. നീ ഓർത്തു നോക്കുക, നിന്റെ ജീവിതത്തിന്റെ ഫോക്കസ്, ലക്ഷ്യം എന്താണ്? നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്ന വ്യക്തിയാണോ? സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കി? അതോ ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങളോ ജീവിതം ലോകം വെച്ചു നീട്ടുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണ് നീ ജീവിതം ഓടുന്നതെങ്കിൽ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഭോഷന്മാരായി പോകും. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്നവർക്ക് തിരുവചനം കൊടുക്കുന്ന പേരാണ് ഭോഷൻ. ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവർക്ക് വചനം കൊടുക്കുന്ന പേരാണ് ഭോഷൻ. കാരണം എന്താണ്? ഈ ധനികൻ അവനോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവെ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആത്മാവ് തിന്നോ, ആത്മാവ് കുടിക്കോ? പ്രിയപ്പെട്ടവരെ, ശരീരമാണ് തിന്നുന്നതും ശരീരമാണ് കുടിക്കുന്നതും ശരീരമാണ് ജീവൻ നിലനിർത്താൻ പാടുപെടുന്നതും. ആത്മീയ മേഖലയ്ക്ക് ആവശ്യമുള്ളത് അതൊന്നുമല്ല. കളപ്പുരയിൽ നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തല്ല നിന്റെ ആത്മാവിന് ആവശ്യം, മറിച്ച് ദൈവത്തോടുള്ള ബന്ധമാണ് നിന്റെ ആത്മാവിന് ആവശ്യം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയിട്ട് കളപ്പുരയിൽ ശേഖരിച്ചിട്ട് എന്ത് കാര്യം? ലോകം മുഴുവൻ പലതും നീ കെട്ടിപ്പിടുത്തിട്ടും നിനക്ക് ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ ദാരിദ്ര്യമാണെങ്കിൽ പിന്നെ നിനക്ക് എന്ത് നേട്ടം? പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലയെക്കുറിച്ചുള്ള ശ്രദ്ധ, ആത്മീയ മേഖലയിലുള്ള ബന്ധം ഭൗതികമായ അനുഗ്രഹം നൽകും. നിങ്ങൾ കേട്ടിട്ടില്ല അനേകരുടെ സാക്ഷ്യങ്ങൾ? ധ്യാനം കൂടി കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ദൈവവചനം വായിച്ചിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, പള്ളിയിൽ പോയിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത് ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ആരെല്ലാം അടുക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അവന്റെ ബുദ്ധിശക്തിയോ അവന്റെ കഴിവോ അല്ല, മറിച്ച് ദൈവം ആ വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ്. ദൈവം ആ വ്യക്തികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ്. ആവശ്യനേരത്ത് തമ്പുരാൻ കർത്താവ് കണ്ടറിഞ്ഞ് ചെയ്തു തരും. നീ ആദ്യം ചിന്തിക്കേണ്ടതും നീ ആദ്യം മനസ്സിലാക്കേണ്ടതും നിന്റെ ആത്മീയ മേഖലയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണം, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പം കൂടെ നിയന്ത്രണം വേണം. ഭൗതിക മേഖലകളല്ല നിനക്ക് വേണ്ടത്, ആത്മീയ മേഖലയെക്കുറിച്ചുള്ള ശ്രദ്ധയാണ് വേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. പ്രിയപ്പെട്ടവർ, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഏതെല്ലാം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ പ്രവൃത്തി, ഈ സംസാരം, ഈ മേഖലയില് ഇത് എന്റെ ആത്മീയ ജീവിതത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിന് ഗുണം ചെയ്യാത്ത പ്രവൃത്തികൾ ഏർപ്പെടാതിരിക്കുക. ആത്മീയ ജീവിതത്തിന് ഗുണം ചെയ്യാത്ത പ്രവൃത്തികൾ ഏർപ്പെടാതിരിക്കുക. ഭൗതിക മേഖലയെക്കുറിച്ചുള്ള അമിതമായ ശ്രദ്ധ കൊണ്ട് ലോകത്തോടുള്ള ചേർച്ച, ലോകത്തിലുള്ള തിന്മ നമ്മുടെ ഉള്ളിൽ വരാനുള്ള ഒരു സാധ്യതയാവും. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നുവരും. ലോകം വെച്ചു നീട്ടുന്നതെല്ലാം ഇപ്രകാരമുള്ള തിന്മയുടെ സ്വാധീനങ്ങളാണ്. നമ്മൾ കാണുന്ന കാഴ്ച, കണ്ണിലൂടെ കടന്നു വരുന്നതെല്ലാം ഒരു ടിവിയിൽ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ പിന്നീട് ഇതെല്ലാം തലയ്ക്കകത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും തെളിഞ്ഞു വരും. ചില മനുഷ്യരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ചോ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൂപ്പി കണ്ണടയ്ക്കുമ്പോൾ മുമ്പിൽ ഈശോയല്ല തെളിയുന്നത്, മറ്റു ചില ചിത്രങ്ങൾ തെളിയുന്നു, ഇന്നലകളിലെ ചില ഓർമ്മകൾ തെളിയുന്നു, ചില നഗ്നചിത്രങ്ങൾ തെളിയുന്നു. കാരണം എന്താണ്? തലയിൽ കിടക്കുന്ന ഓർമ്മയിലുള്ളതെല്ലാം ഈ പഴയതാണ്. അവന്റെ കണ്ണുകളിലൂടെ വന്നത് ആ വ്യക്തിയെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, സ്പർശനത്തിലൂടെ സംഭവിക്കുന്നത്, നാസാരന്ധ്രത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകം വെച്ച് നീട്ടുന്നതെല്ലാം തിന്മയുടെ സ്വാധീനങ്ങളാണ്. അപ്പോൾ ഇവയെ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ തിന്മയായിട്ടുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയും നമ്മുടെ പ്രവൃത്തികളെല്ലാം തിന്മയോട് ബന്ധപ്പെട്ടിരിക്കും.
തിന്മയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും ഭയവും നമ്മൾ അനുഭവപ്പെടും. ഈ നിരാശയും ദുഃഖവും ഭയവും ദൈവമല്ല നൽകുന്നത്, മറിച്ച് ആരാണ് നൽകുന്നത്? പിശാചാണ് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പഠിപ്പിക്കുന്നു, എന്തിനാണ് സാത്താൻ, കള്ളൻ എന്നാണ് വചനം പറയും, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. എന്താണ് അവൻ നശിപ്പിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തെ, പ്രത്യാശയെ, മനസമാധാനത്തെ നശിപ്പിച്ചു കളയും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള മനസമാധാനവും സന്തോഷവും നശിപ്പിച്ചു കളയും. ദൈവത്തോടുള്ള ബന്ധം അനുഗ്രഹം നൽകും. ദൈവമില്ലെങ്കിൽ അവിടെ പിശാച് കയറിയിരിക്കും, അവൻ അസ്വസ്ഥതയുണ്ടാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നതൊന്ന് ചുരുക്കുന്നു. ഒറ്റ കാര്യം, ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം ഭൗതിക അനുഗ്രഹം നമുക്ക് നൽകും. ദൈവത്തോടുള്ള ബന്ധമില്ലെങ്കിൽ പിശാച് കയറി ഇരുന്ന് പ്രവർത്തിക്കും. ഹഗ്ഗായിയുടെ പുസ്തകം 1:6 മനസ്സിൽ കുറിപ്പിക്കുക. എന്താ അത്? നമ്മൾ അധ്വാനിക്കുന്ന നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ അഭിഷേകമായിട്ട് മാറണമെങ്കിൽ ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനം കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറാൻ, അനേകർക്ക് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ശക്തിയും ബലവും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം നിന്റെ ജീവിതത്തിൽ അഭിഷേകവും കൃപയുമായിട്ട് മാറട്ടെ. ഒരു നിമിഷം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന നല്ല ദൈവമേ, ആത്മീയമായി വളരാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഭൗതിക മേഖലകളെ അതിലംഘിക്കുന്ന ദൈവീ കൃപയിൽ വളരാനുള്ള അഭിഷേകം നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മീയമായ അനുഗ്രഹം, ഭൗതികമായ അനുഗ്രഹം നമുക്ക് നൽകും. പ്രൈസ് ദ ലോർഡ്.